ഹലോ ഗൈസ്, മണി മേക്കിംഗ് വീഡിയോ പരിചയപ്പെടുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രീം 11 ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഇത്തവണത്തെ IPL സ്പോൺസർ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ് ഡ്രീം 11. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളൊരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യം തന്നെ ഡ്രീം 11 ഇൻസ്റ്റാൾ ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മറക്കാതെ ഈ റെഫറൽ കോഡ് കൂടി എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 100 രൂപ ബോണസായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രീം 11 അക്കൗണ്ടാണ്. ഇതിൽ വെറും 15 രൂപ മാത്രം ആഡ് ചെയ്ത് കളിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു എമൗണ്ടാണ് ഈ കാണുന്നത്. ഇതിൽ ഞാൻ ഒരുപാട് കോൺടെസ്റ്റിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, അത് കംപ്ലീറ്റഡ് എന്ന് കാണിച്ചേക്കുന്നതൊക്കെ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്ന കോൺടെസ്റ്റുകളാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ടീം ക്രിയേറ്റ് ചെയ്യുന്നതെന്നും വിൻ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും തുറന്നു വരുന്നത്. അപ്പോൾ ഇതിൽ താഴെ എൻ്റർ കോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണ കാരണമാണ് ഇങ്ങനെ കാണിക്കണം. അപ്പോൾ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓൾറെഡി 100 രൂപ ബോണസ് ആഡായിട്ടുണ്ടെന്ന് ടോപ്പിൽ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അത് ആ കോഡ് എൻ്റർ ചെയ്തുകൊണ്ടാണ്. ഇതിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ കളി പഞ്ചാബും ഡൽഹി ആയിട്ടുമാണ്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്യുന്നൊരു പേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ വിക്കറ്റ് കീപ്പേഴ്സ് ഉണ്ട്, പിന്നെ ബാറ്റ്സ്മാൻ ഉണ്ട്, ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, ബോളേഴ്സ് ഉണ്ട്. അങ്ങനെ 4 വിഭാഗമായിട്ട് തിരിച്ചേക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ആകെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വിക്കറ്റ് കീപ്പേഴ്സിൽ ഒരാളെ സെലക്ട് ചെയ്യാം മിനിമം. ബാറ്റ്സ്മാനിൽ 3 പേരാണ്. ഓൾറൗണ്ടേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരാൾ മിനിമം വേണം. പിന്നെ ബോളേഴ്സ് 3 പേര് മിനിമം വേണം. അങ്ങനെയാണ് ഇവർ സെറ്റാക്കിയേക്കണം. ടോട്ടൽ വരുമ്പോൾ 11 പേരും വേണം. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ടീം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടോട്ടൽ കാണാൻ പറ്റും. ടോട്ടൽ 100 ക്രെഡിറ്റിനുള്ളിൽ വേണം ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എല്ലാവരുടെയും ക്രെഡിറ്റ് അതിൻ്റെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുലിന് തന്നെ 11, അങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ 11 വരെ സെറ്റാക്കുമ്പോൾ ആ 100 ക്രെഡിറ്റിൽ ഒതുങ്ങണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടീം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ക്രെഡിറ്റും എല്ലാം നോക്കിയിട്ട് വേണം ആളെ സെലക്ട് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇന്ന് ബെറ്ററായിട്ട് കളിക്കുന്ന നമുക്ക് ഉറപ്പുള്ളവരെ മാത്രം വേണം മെയിനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജായിരിക്കും വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം ക്യാപ്റ്റൻസാണ്. ഇതിൽ ഞാൻ ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്തേക്കണ രാഹുലിനെയും അഗർവാളിനെയാണ് വൈസ് ക്യാപ്റ്റനെ ആക്കിയേക്കണേ. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ വെറുതെ ഒരു നോർമൽ പേഴ്സൺ ഇപ്പോൾ 11 പേരിൽ ഒരാൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും അയാളൊരു 6 അടിച്ച് നമുക്ക് കിട്ടുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പോയിൻറ്റ്സാണ്. അപ്പോൾ 8 പോയിൻറ്റ് നമ്മുടെ ക്യാപ്റ്റനാണ് അടിച്ചതെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റനാണ് 6 അടിച്ചതെങ്കിൽ നമുക്ക് 16 പോയിൻ്റായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഒരു പ്ലേയേഴ്സിന് കിട്ടുന്നതിന് ഡബിളായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വൈസ് ക്യാപ്റ്റനാണ് 6 അടിച്ചതെങ്കിൽ 8 പോയിൻറ്റ് കിട്ടുന്നതിന് പകരം നമുക്ക് കിട്ടുന്നത് 12 പോയിൻ്റാണ്. അതാണ് ക്യാപ്റ്റന്മാരെ സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും സെലക്ട് ചെയ്യുമ്പോൾ നല്ല പ്ലേയേഴ്സിനെ നോക്കി തന്നെ സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ സേവ് ടീം കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ജോയിൻ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിലാണ് നമ്മൾ കോൺടെസ്റ്റിൽ എൻട്രി ചെയ്യേണ്ടത്. ഇത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫാൻറ്റസി പോയിൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് നമുക്ക് പോയിൻറ്റ് കൂടുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബോളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ബോളർ ഒരു വിക്കറ്റ് എടുത്ത് നമുക്ക് 25 പോയിൻ്റാണ് കിട്ടുന്നത്. അങ്ങനെ കുറച്ച് ഇതൊക്കെയാണ് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വീഡിയോ കൂടുതലായിട്ട് ലോങ് ആക്കല്ല. ഇതിൽ ജോയിൻ കോൺടെസ്റ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് നിരവധി കോൺടെസ്റ്റുകൾ കാണാൻ പറ്റും. എൻട്രി ഫീയും കാര്യങ്ങളും പ്രൈസ് എത്രയാണെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുമ്പോഴേക്കും നിങ്ങൾ മെയിനായിട്ട് 15 രൂപയുടെ കോൺടെസ്റ്റ് സെലക്ട് ചെയ്യുക. ആദ്യത്തെ സെലക്ട് ചെയ്യുമ്പോൾ 15 രൂപയുടെ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 15 രൂപ ആദ്യം പേ ചെയ്യേണ്ടി വരും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന്. ആ 15 രൂപ പേ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ആ 100 രൂപ ബോണസ് വന്നേക്കുന്നത് ആഡാവും.
അത് അപ്പോഴാണ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഫണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ 100 രൂപ ബോണസ് കിട്ടിയത് വെച്ച് കളിക്കാവുന്നതാണ്. കണ്ടോ, ഇതിനകത്ത് 15 കണ്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പേ ചെയ്യല്ല, ഞാൻ ഓൾറെഡി ഇതെൻ്റെ അക്കൗണ്ട് അല്ല, ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കണതുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് വഴി പേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ കോൺസിൽ എൻ്റർ ചെയ്യുക. ഞാനിത് എൻ്റെ പുതിയ അക്കൗണ്ട് ആയതുകൊണ്ടാണ് നിങ്ങളെ പേ ചെയ്ത് കാണിക്കാത്തത്. ആദ്യം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ സ്റ്റേറ്റും കൊടുത്തിട്ട് പേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ മാച്ചിൽ എൻ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ ഹോം പേജിലേക്ക് തിരികെ വരിക. ഇതിൽ താഴെ മൈ മാച്ചസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന് എത്ര കോൺസിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ഞാൻ 2 കോൺസിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡെയിലി എത്ര കോൺസിൽ വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതിൽ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലീഡർ ബോർഡിൽ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന വ്യക്തിയുടെ പേരാണ് കാണുന്നത്. നിങ്ങൾക്ക് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ മാച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ടീമും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ, അങ്ങനെ ആരൊക്കെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടീം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ 11 പേര്, ആ 11 പേരിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കുന്ന ടീം ആരുടെയാണോ ആ ടീമിലെ വ്യക്തിയായിരിക്കും വിൻ ചെയ്യുന്നത്. അപ്പോൾ വിൻ ചെയ്യുമ്പോൾ തന്നെ വിൻ ചെയ്ത് നമ്മളുടെ കളി സ്റ്റാർട്ട് ചെയ്ത് അവസാനമാവുന്നവരെ ആ ഒരു ടൈമിൽ എത്ര പോയിൻ്റ് വെച്ചാണ് കയറുന്നതെന്നൊക്കെ നമുക്ക് ലൈവായിട്ട് 2 പേരുടെയും ടീമിൻ്റെ കാണാൻ പറ്റും. അങ്ങനെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മാച്ച് അവസാനിച്ച് കഴിഞ്ഞ് അരമണിക്കൂറിനകം തന്നെ നമ്മളുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ടീം സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രീം ഇലവനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.